നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെയാണ് പൂരം കൊടിയേറുന്നത്. ആദ്യ മത്സരം ശ്രീലങ്കയിലാണ്. നെതർലൻഡ്സും പാകിസ്ഥാനും തമ്മിൽ കൊളംബോയിൽ വെച്ച് ഏറ്റുമുട്ടുന്നു. ഇന്ത്യൻ സമയം 11 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്, പകല് 11 മണിക്ക്. അപ്പോൾ ഈ മത്സരം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഈ മത്സരം എന്നല്ല, എല്ലാ കളികളും അവർക്കിപ്പോൾ അതിനിർണായകമാണ്. കാരണം ഇന്ത്യക്കെതിരെയുള്ള മത്സരം അവർ ബഹിഷ്കരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഓൾറെഡി അവർക്ക് 2 പോയിന്റ് പോയി. മാത്രമല്ല നെറ്റ് റൺ റേറ്റിൽ ഡിസഡ്വാൻറ്റേജുമായി. അപ്പോൾ ഇനിയുള്ള എല്ലാ കളികളും ജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് സൂപ്പർ 8ലേക്ക് എത്താൻ പറ്റൂ. കൊളംബോയിൽ ഇപ്പോൾ നമ്മൾ കണ്ടു, ഓൾറെഡി മഴ പെയ്ത് സന്നാഹ മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയുണ്ടായി. പാകിസ്ഥാൻ്റെ കളി തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങാനും നാളെ മഴ പെയ്ത് മത്സരം ഒലിച്ചു പോയാൽ പാകിസ്ഥാൻ്റെ വേൾഡ് കപ്പ് സൂപ്പർ 8 മോഹം അവിടെ പൊലിയും. അതാണ് ആശങ്കയോടുകൂടിയാണ് പാകിസ്ഥാൻ ഇറങ്ങുന്നത്. ഫോർകാസ്റ്റിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ട്, ഇന്നിപ്പോൾ മാച്ച് ഈവിൽ മഴയുണ്ട് എന്നൊക്കെയാണ്. ഏതായാലും നാളെ രാവിലെയാണ് കളി, 11 മണിക്കാണ് കളി എന്നുള്ളത് മാത്രമാണ് അവർക്കൊരു നേരിയ ആശ്വാസം. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കളി അബാൻഡൻഡ് ആയാൽ പാകിസ്ഥാന് കളി തുടങ്ങും മുമ്പ് തന്നെ ശരി ബൈ പറയാനുള്ളൊരവസ്ഥ ഉണ്ടാകും. ഏതായാലും വിശദമായിട്ട് നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. എല്ലാ മത്സരങ്ങളുടെയും പ്രിവ്യൂ അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ ചെയ്തു പോകണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. അതാണ് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വളരെ ചെറിയൊരു ചാനലാണ്, ആകെ 2.5 ലക്ഷം ആളുകളാണ്. കഴിഞ്ഞ ഒരു 5 വർഷമായി ഈ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ വേൾഡ് കപ്പ് നമുക്ക് ആഘോഷമാക്കി മാറ്റണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഈ വേൾഡ് കപ്പിന് മുമ്പ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണ്. ബംഗ്ലാദേശിൻ്റെ പിന്മാറ്റവും പിന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭീഷണിയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിട്ട് വലിയ രൂപത്തിൽ വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നാണ്. ഇനി കളിക്കളത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യം. കുറേ കാലമായിട്ട് അവർ ICC ടൂർണമെൻറ്റിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഈ വേൾഡ് കപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും അധികം T20 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് അവരാണ് എന്നുള്ളതാണ് അവർക്കുള്ളൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയക്കെതിരെ 3-0 ഒരു വിജയം T20 പരമ്പരയിൽ അവർ നേടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ വരുന്നത്. നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുക, അവർ കുറേ കാലമായത് കഴിഞ്ഞ ജൂണിന് ശേഷം അവർ ഒരു T20 മത്സരം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒഫീഷ്യൽ മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടെ എക്സിസ്റ്റൻസ് കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ കാര്യം, അദ്ദേഹം ക്യാപ്റ്റനായ സമയത്ത് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരുന്നതാണ്. കാരണം ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻഷൻ അധികം കാണിക്കാത്തൊരു താരം എന്ന നിലയിൽ. പക്ഷേ അതിപ്പോൾ അദ്ദേഹം മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് വേണം എനിക്ക് പറയാം. നോക്കുക, തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 111.57 ആയിരുന്നു. പാകിസ്ഥാന് വേണ്ടി ഒരു 500 റൺസെങ്കിലും T20 റൺസ് അടിച്ച താരങ്ങളിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു അത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ അത് മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ശ്രീലങ്കയ്ക്കെതിരെ 45 റൺസ് 12 പന്തുകളിൽ നിന്ന് അടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മാറ്റിമറിച്ച് തുടങ്ങിയത്. ദെൻ പിന്നീട് 70 പന്തുകളിൽ നിന്ന് 120 റൺസ് എന്ന രൂപത്തിലേക്കുള്ള മറ്റൊരു മികച്ച ഇന്നിങ്സും അദ്ദേഹം കളിച്ചു. സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. എന്തായാലും ടീം ന്യൂസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, പാകിസ്ഥാൻ ഷെഹ്സാദ ഫർഹാനെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് പുറത്തിരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സ്പിന്ന് ഈ ഒരു വെന്യൂവിൽ വൈറ്റൽ പാർട്ട് വഹിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അബ്രാർ വലിയ രൂപത്തിലുള്ള ഒരു റോൾ വഹിക്കുമെന്നാണ് അവർ കരുതുന്നത്. ബാബർ അസമിൻ്റെ സ്ക്വാഡിലുള്ള സ്ഥാനം വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട്. കാരണം BBL വളരെ മോശം പ്രകടനമായിരുന്നു. T20 വേഗത്തിനും താളത്തിനും ഒപ്പം പോകാൻ പറ്റാത്തൊരു ബാറ്റർ എന്ന പേര് കൂടി അദ്ദേഹത്തിന് ഇപ്പോൾ ചാർത്തി കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഒരു പ്രോബബിൾ 11ലേക്ക് പോയാൽ ഷെഹ്സാദ ഫർഹാൻ, സെയ്ം അയ്യൂബ്, നമ്പർ 3 സൽമാൻ അലി ആഗ, പിന്നെ ബാബർ അസം, പിന്നെ ഫഖർ സമാനോ ഷദബ് ഖാനോ ആയിരിക്കും നമ്പർ 5. പിന്നെ ഉസ്മാൻ ഖാൻ, മുഹമ്മദ് നവാസ്, ഷഹീൻ ഷാ അഫ്രീദി, സൽമാൻ മിർസ, ഉസ്മാൻ താരിഖ്, അബ്രാർ അഹമ്മദ്. ഇതാണ് പ്രതീക്ഷിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു 11. നെതർലൻഡ്സിൻ്റെ ഭാഗത്ത് മൈക്കൽ ലെവിറ്റ്, മാക്സ് ഓദൌഡ്,
കോളിൻ അക്കർമന്, സ്കോട്ട് എഡ്വേർഡ്സ്, ബാസ് ഡിലീഡ്, സാച്ച് ലിയോൺ കാച്ചറ്റ്, പിന്നെ ലോഗൻ വാൻ ബീക്ക്, പിന്നെ റോലോഫ് വാൻഡർ മെർവ്, കെയിൽ കെയ്ന്, ആര്യൻ ദത്ത്, പോൾ വാൻ മിക്കറൻ. ഇതാണ് അവരുടെ ഒരു 11 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ മഴയ്ക്കുള്ളൊരു സാധ്യത എന്നുള്ളതാണ്. അതിലിപ്പം നാളെ ആഫ്റ്റർനൂൺ മഴ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്, എന്നാലും കളി നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഈ ഒരു പിച്ചിൻ്റെ ഒരു സ്വഭാവം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ 2 T20I മത്സരങ്ങൾ നടന്നിട്ടുള്ളൂ, അതും 10-16 വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് സ്ഥിരമായിട്ട് T20I മത്സരങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഗ്രൗണ്ടിനോടൊക്കെ അടുത്തുള്ള പേഴ്സണൽസ് പറയുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും എന്ന് തന്നെയാണ്. സീവേഴ്സിന് ചെറിയ രൂപത്തിലുള്ള അസിസ്റ്റൻസ് കിട്ടിയേക്കും. സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിൽ അത്ര ഒരു വലിയ പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും പാകിസ്ഥാൻ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.